നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്, നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്, നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്, നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്. നീതികൊള്ള അവസാനിപ്പിക്കുക, നീതികൊള്ള അവസാനിപ്പിക്കുക, നീതികൊള്ള അവസാനിപ്പിക്കുക. നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്, നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്, നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്. അവരുടെ ആവശ്യങ്ങൾ പരിഗണിച്ച് ഏറ്റവും താഴെക്കിടയിൽ ബുദ്ധിമുട്ടിയിരിക്കുന്ന അവരുടെ കാര്യങ്ങൾ ഇടതുപക്ഷ സർക്കാർ മനഃപൂർവ്വം അത് കൂട്ടിക്കൊടുക്കുവാനോ അവരുടെ മറ്റു സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുവാനോ തയ്യാറാകാതെ ഒരു മക്കള ബുദ്ധി ഏതാണ്ട് 30,113 ആശാവർക്കർമാരാണ് കേരളത്തിലുള്ളത്. അത് ന്യായമായി പരിഗണിക്കുന്നതിന് സർക്കാരിന് സാധിച്ചിട്ടില്ല. അതുപോലെ ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിക്കുന്നതിന് സാധിച്ചിട്ടില്ല. കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റിൽ 50% മാത്രമാണ് ഫണ്ട് വിനിയോഗിക്കാൻ സാധിച്ചിട്ടുള്ളൂ എന്നുള്ളൊരു വസ്തുതയാണ്. ആ ബഡ്ജറ്റിലുണ്ടായിരുന്ന സോഷ്യൽ ഫണ്ട് അത് 100% ഇരട്ടി ചെലവാക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ഒരു കാര്യത്തിൽ മാത്രം. ബഹുമാനപ്പെട്ട ജനപ്രതിനിധികളെ, അധപ്പതിച്ചു പോയിട്ടുള്ള ഒരു സർക്കാർ ലോകത്തുണ്ടാവുകയും പെട്രോളിനും ഡീസലിനും 2 രൂപ സെസ് വർദ്ധിപ്പിച്ചത് ഈ സാധാരണക്കാരായ ജനങ്ങൾക്ക് പെൻഷൻ കൊടുക്കാം എന്നുള്ള വാഗ്ദാന പ്രകാരമാണ്. എന്നാൽ അതുപോലെ കൊടുത്തിട്ട് എത്ര മാസമായി എന്ന് സ്വയം ഒന്ന് ചോദിച്ചാൽ കൊള്ളാം. ആ പൈസ എവിടെ പോയി? നമുക്കറിയാം, നമ്മുടെ മുന്നിൽ ഒരുപാട് ദുരന്തങ്ങൾ കണ്ട ആളുകളാണ് നമ്മൾ. വയനാട് ദുരന്തത്തില് നമ്മളെ പോലുള്ള ആളുകൾ എത്രമാത്രം പണം പിരിച്ചു കൊടുത്തു? എന്തെങ്കിലും ഒരു പ്രവർത്തനം അവിടെ നാടുപോലെ നടത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ടോ? അവർ തന്നില്ല, ഇത് തന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ പഴിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് പോകുമ്പോൾ നമുക്ക് ചെയ്യാൻ എന്ത് കഴിയും? അത് നമ്മൾ ചെയ്യണ്ടേ? ഈ സർക്കാർ 11,000 കോടി രൂപ പ്ലാൻ ഫണ്ട് നഷ്ടപ്പെടുത്തി. അതായത് 2024-25 സാമ്പത്തിക വർഷത്തില് ഓരോ പഞ്ചായത്തുകളിലും നടത്തേണ്ട പദ്ധതികള് വെട്ടിക്കുറച്ചുകൊണ്ട്, ഭരണഘടനയെ ലംഘിച്ചുകൊണ്ട് നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ അത് ഒട്ടും ശ്ലാഘനീയമല്ല. ഈ സാധാരണക്കാരായ ജനങ്ങൾക്ക് നടന്നു പോകാനുള്ള പാലവുമെല്ലാം നിർമ്മിക്കേണ്ട പദ്ധതികൾ, ഉത്പാദന മേഖലയിൽ നടത്തേണ്ട വികസന പ്രവർത്തനങ്ങൾ എല്ലാം തടഞ്ഞുകൊണ്ടാണ്. നീതികൊള്ള അവസാനിപ്പിക്കുക, നീതികൊള്ള അവസാനിപ്പിക്കുക, നീതികൊള്ള